വളഞ്ഞതും നിര തെറ്റിയതുമായ പല്ലുകൾ ഇന്ന് സാധാരണമാണ്. കുട്ടികളിലും മുതിർന്നവരിലും ഇത് കാണുന്നു. നമ്മുടെ പല്ല് നിര തെറ്റിയതാണെങ്കിൽ അത് നന്നാക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. ശരിയായി ക്രമീകരിച്ചിരിക്കുന്ന പല്ലുകൾ നിങ്ങളുടെ പുഞ്ചിരി കൂടുതൽ ആകർഷണീയമാക്കുന്നു. നിങ്ങളുടെ പല്ലിന്റെ പൊസിഷൻ നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ, സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിൽ ഒരു ദന്തരോഗ വിദഗ്ധന്റെ സഹായത്തോടു കൂടി അത് നിങ്ങൾക്ക് ശരിയാക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോന്ത്രം പല്ലുകളെ സംബന്ധിച്ചതാണ്. എങ്ങനെയാണ് കോന്ത്രം പല്ല് ഉണ്ടാകുന്നത്, എങ്ങനെ നമുക്കിത് പരിഹരിക്കാൻ സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഡോക്ടർ ഷമി. വീഡിയോ ആദ്യമായി കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ കൃത്യസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. എന്താണ് കോന്ത്രം പല്ലുകൾക്ക് അല്ലെങ്കിൽ വളഞ്ഞ പല്ലുകൾക്ക് കാരണമാകുന്നത്? കുട്ടിയായിരിക്കുന്ന സമയത്ത് പാസിഫയേഴ്സ് ഉപയോഗിക്കുക, വിരൽ ചീമുന്ന ശീലമുണ്ടായിരിക്കുക, അതുപോലെ തന്നെ ചില പാരമ്പര്യ ഘടകങ്ങളും ജനിതക ഘടകങ്ങളും കോന്ത്രം പല്ലുകൾക്ക് കാരണമാകാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ പല്ലിരിക്കേണ്ട മോണയും പല്ലുകളുടെ വലിപ്പവും തമ്മിൽ ചേരാതെ വരുന്നു. പല്ല് ഇരിക്കാൻ വേണ്ടത്ര സ്ഥലം ഇല്ലാത്തതിന്റെ പേരിൽ പല്ലുകൾ പുറത്തോട്ട് തള്ളപ്പെടുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ പാൽപ്പല്ലുകൾ പോകേണ്ട സമയത്തിന് മുമ്പ് അത് നഷ്ടമാകുന്നു എന്നത്. കുറച്ചുകൂടി വ്യക്തമാക്കി തരാം. നമുക്ക് രണ്ടു തരം ദന്തങ്ങളാണുള്ളത്, പാൽപ്പല്ലുകൾ അതുപോലെ തന്നെ പെർമനന്റ് സ്ഥിരമായ പല്ലുകൾ, അല്ലെ? രണ്ട് സെറ്റ് പല്ലുകളാണുള്ളത്. ഈ പാൽപ്പല്ലുകൾ പോയി ആ സ്ഥാനത്ത് വേണം നമുക്ക് പിന്നീട് വരേണ്ട പെർമനന്റ് പല്ലുകൾ വരേണ്ടത്. ചില സാഹചര്യങ്ങളിൽ പല കാരണങ്ങളാവാം, ചിലപ്പോൾ പോടുകൾ കൊണ്ടാകാം, ദന്തക്ഷയം അല്ലെങ്കിൽ ആഘാതം കൊണ്ടാകാം പാൽപ്പല്ലുകൾ നേരത്തെ നഷ്ടമാകുന്നത്. ചിലപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ ചില പാൽപ്പല്ലുകൾ ആടി നേരത്തെ പോകാറുണ്ട്. പല റീസൺസ് ആണ് അതിന് വേണ്ടി. അപ്പൊ ഇങ്ങനെ പാൽപ്പല്ലുകൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പെർമനന്റ് പല്ലുകൾ വരാൻ സമയമായിട്ടുണ്ടാവില്ല. സോ ഈ സ്പേസ് നമ്മൾ ആ പെർമനന്റ് പല്ല് വരുന്നത് വരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ കൃത്യമായി അതിന് താഴെ ഇരിക്കുന്ന പെർമനന്റ് പല്ലിന് അവിടെ വരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പല സാഹചര്യങ്ങളിലും ഈ സ്പേസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ പോകുന്നു. ഒന്നെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡാവുന്നില്ല, അതിന് വേണ്ട അപ്ലയൻസ് നമ്മൾ ധരിക്കാൻ തയ്യാറാകുന്നില്ല. ഈ സ്ഥലം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി സ്പേസ് മെയിൻറ്റനർ എന്ന് പറഞ്ഞൊരു അപ്ലയൻസ് വെക്കേണ്ടത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പല്ലുകൾ ഈ ഗ്യാപ്പിലോട്ട് നീങ്ങുകയും ഇതിന് താഴെ എല്ലിനുള്ളിലിരിക്കുന്ന പെർമനന്റ് പല്ലുകൾക്ക് വരാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. നേരെ വരാത്ത പെർമനന്റ് പല്ലുകൾ പിന്നീട് കോന്ത്രം പല്ലുകളായി പ്രത്യക്ഷപ്പെടുവാൻ ഇത് കാരണമായേക്കാം. പല്ലിന്റെ നിര തെറ്റുന്നതിനുള്ള മറ്റു പല കാരണങ്ങൾ വായിലൂടെയുള്ള ശ്വസനം, നാക്ക് തള്ളുന്ന ശീലം തുടങ്ങിയവയാണ്. നാക്ക് തള്ളുന്ന ശീലമുള്ളവർ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, അവർ ഉമിനീരിറക്കുമ്പോൾ അവരുടെ നാക്ക്, അവരുടെ ഫ്രണ്ടിലത്തെ പല്ല് അവരൊരു പ്രഷർ ചെലുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രഷറിന്റെ ഭാഗമായി ഫ്രണ്ടിലത്തെ പല്ലുകൾ മുകളിലോട്ട് തള്ളി വരുന്നതിന് കാരണമാകുന്നു.
അതുപോലെ തന്നെ വായിലൂടെ ശ്വസിക്കുമ്പോൾ വായ തുറന്നുറങ്ങുക. ഈ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ പല്ലുകൾ മുമ്പോട്ട് ഉന്തുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വായിലൂടെ ശ്വസനം അല്ലെങ്കിൽ വായ തുറന്നുറങ്ങുക ഇത് പറയുമ്പോൾ ഇതിന് പല്ലിന്റെ കാരണം മാത്രമാകണമെന്നില്ല റീസൺ. നേരെ മറിച്ച് നിങ്ങളുടെ ശ്വസനപാതയിൽ വരുന്ന എന്ത് തടസ്സങ്ങളും, അതായത് മൂക്കിൽ എന്തെങ്കിലും ദശ വളരുക, സൈനസ് പ്രോബ്ലം, ടോൺസിൽ, അഡിനോയിഡ്സ്, ഇങ്ങനെ ശ്വസനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിന്റെ തൽഫലമായി നിങ്ങൾ രാത്രികാലങ്ങളിൽ വായ തുറന്നുറങ്ങാം, ആ ശ്വസനം ബ്രേക്ക് ആവാതിരിക്കാം. ഇതിന്റെ തൽഫലമായി എന്ത് സംഭവിക്കാം? നിങ്ങൾക്ക് പല്ല് പൊന്തി വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും നമ്മൾ പറഞ്ഞതൊക്കെ ചില ശീലങ്ങൾ അല്ലെങ്കിൽ ചില അശ്രദ്ധകൾ കാരണം പല്ലിൽ നിര തെറ്റുന്നതാണ്. ഇനി ഈ കാരണങ്ങൾ കൂടാതെ, അതായത് ദന്ത പ്രശ്നങ്ങൾ കൂടാതെ എല്ലുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടും പല്ലുകൾക്ക് നിര തെറ്റാം. ഈ കാരണം കൊണ്ടാണ് പല്ലുകൾ നിര തെറ്റുമ്പോൾ നേരിട്ടൊരു എക്സാമിനേഷൻ ഇല്ലാതെ ചികിത്സ അസാധ്യമെന്ന് പറയുന്നത്. ഉദാഹരണമായി ഇപ്പൊ നമുക്കറിയാം, നോർമലി നമ്മളുടെ ഫ്രണ്ടിലത്തെ പല്ലുകൾ അല്പം മുമ്പോട്ടാണ് താഴത്തേക്കാളും, അതായത് കീഴ്ത്താടി അല്പം പുറകോട്ടാണ്, ഒരല്പം പുറകോട്ടാണ് എല്ലാ മനുഷ്യരുടെയും, ഇല്ലേ? പക്ഷെ ചില ആളുകളിൽ ഈ കീഴ്ത്താടി ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കാം. അവരുടെ ദന്ത ക്രമീകരണം സത്യത്തിൽ കറക്റ്റ് ആയിരിക്കാം, പക്ഷേ അവരുടെ എല്ലിന്റെ പൊസിഷൻ, കീഴ്ത്താടി അല്പം ഫ്രണ്ടിലോട്ടായതിന്റെ പേരിൽ അവരുടെ ഫ്രണ്ടിലത്തെ പല്ലുകളും മുമ്പോട്ട് കാണപ്പെടുന്നു. ഇവിടുത്തെ കാരണം പല്ലുകൾ തള്ളിയതല്ല, നേരെ മറിച്ച് എല്ലുകൾ തള്ളുന്നതാണ്. ഓക്കെ, ഇതാണ് പറഞ്ഞത് 2 കാരണങ്ങൾ കൊണ്ടാണ് പല്ലിൽ ക്രമം തെറ്റലുകൾ ഉണ്ടാകുന്നത്. ഇനി ഓവർ ബൈറ്റ്, അണ്ടർ ബൈറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഓവർ ബൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുകളിലത്തെ മുൻവശത്തെ പല്ലുകൾ നിങ്ങളുടെ താഴ്വശത്തെ പല്ലുകളേക്കാൾ കൂടുതൽ മുമ്പോട്ട് തള്ളി നിൽക്കുന്ന കണ്ടീഷനുകളാണ്. പാരമ്പര്യം ദന്തക്രമീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ക്രമം തെറ്റിയ പല്ലുകൾ ഉണ്ടെങ്കിൽ, ഓവർ ബൈറ്റോ അണ്ടർ ബൈറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വരുവാനുള്ള സാധ്യത ഏറെയാണ്. മറ്റേത് കണ്ടീഷനെ പോലെ തന്നെയും ശരിയായ പോഷകം ദന്ത ആരോഗ്യത്തിനും അനിവാര്യമാണ്. പോഷകത്തിൽ വരുന്ന കുറവും നിങ്ങൾക്ക് ക്രമം തെറ്റിയ പല്ലുകൾക്ക് കാരണമാകാം. അതുപോലെ പല്ലിലേൽക്കുന്ന ആഘാതം അല്ലെങ്കിൽ ക്ഷതം, ഇതും പല്ലുകളെ നിറതെറ്റിക്കുന്നു. ചെറിയ രീതിയിലുള്ള പല്ലിലെ നിറതെറ്റലുകൾ നിങ്ങൾ ആഹാരം കഴിക്കുന്നതിനെയോ സംസാരിക്കുന്നതിനെയോ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചികിത്സ ആവശ്യമില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇത് നിങ്ങളുടെ സൗന്ദര്യത്തെ, വ്യക്തിത്വത്തെ, ആത്മവിശ്വാസത്തെ, എന്തിനേറെ കഴിവിനെ വരെ ബാധിക്കാം. സോ അത്തരം സാഹചര്യങ്ങളിൽ ഓർത്തോഡോണ്ടിക് ചികിത്സ അനിവാര്യമായി വരുന്നു. ഇത് എടുത്തു പറയാൻ കാരണം പല്ലിൽ ചെറിയ തോതിലൊരു വ്യതിയാനം സംഭവിക്കുമ്പോൾ അപ്പോൾ തന്നെ ചികിത്സയെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല എന്നതാണ്. നമ്മൾ സൗന്ദര്യ സങ്കല്പങ്ങളായി കാണുന്ന പല മോഡലുകൾക്കും നിറതെറ്റിയ പല്ലുകൾ ഉണ്ടാകും. കാഴ്ചക്കാരന്റെ കണ്ണിലാണ് സൗന്ദര്യം. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പല കാരണങ്ങൾ കൊണ്ട് പല്ലിൽ ക്രമം തെറ്റുന്നു അല്ലെങ്കിൽ കോന്ത്രം പല്ലുകൾ ഉണ്ടാകുന്നു. അതിനനുസരിച്ച് ഈ പല്ലിനുള്ള ട്രീറ്റ്മെന്റുകളും വ്യത്യാസമായിരിക്കും. അലൈനേഴ്സ് എല്ലാവർക്കും ആപ്റ്റ് ആകുമോ, അല്ലെങ്കിൽ എല്ലാവർക്കും ചുറ്റികമ്പി ഇടണോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. സോ കോന്ത്രം പല്ലുകളുടെ ട്രീറ്റ്മെന്റുമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മടിക്കാതെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.